ഖബറുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നത് സാധാരണ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഖബറുള്ള പള്ളി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഖബർ ആ പള്ളിയിൽ എത്തിയത് എന്നതൊരു വിഷയമാണ്. ഖബർ പള്ളിയുടെ ചുറ്റുമതിലിൻ്റെ അല്ലെങ്കിൽ പ്രധാന മതിലുകൾക്ക് ഉള്ളിലേക്ക് ഖബർ വന്നത് ചിലപ്പോൾ പള്ളി വികസിച്ചപ്പോൾ വന്നതുണ്ടാവും. പള്ളി വികസിച്ചപ്പോൾ വന്നതാണെങ്കിലും അല്ലെങ്കിലും ഒരു മതിലിൻ്റെ തടവില്ലെങ്കിൽ, ഒരു മതിലിൻ്റെ വേർതിരിവില്ലെങ്കിൽ അതിലേക്ക് നേരെ നിസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. എൻ്റെയും കിബിലയുടെയും ഇടയിൽ ഈ ഖബർ വരുന്ന രൂപത്തിൽ ഞങ്ങളുടെ പള്ളിൻ്റെ ഉള്ളിൽ പെട്ടാൽ നിസ്കരിക്കാൻ പറ്റൂല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി അതിൽ പണ്ഡിതന്മാർ പ്രധാനമായി പറഞ്ഞ ഒരു മസലയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഖബറുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ പള്ളി ഖബറിന് വേണ്ടി വന്നതാണോ, വന്ന പള്ളിയിൽ പിന്നെ ഖബർ വന്നതാണോ, ഇങ്ങനെ നോക്കണം. ഖബറുണ്ടാക്കും, ഖബറിന് വേണ്ടി പിന്നെ പള്ളി ഉണ്ടാക്കും. ആ പള്ളിയുടെ വിധിയേ ഇല്ല. അതിന് പള്ളിയുടെ വിധിയേ ഇല്ല. അതിന് കക്കൂസിൻ്റെ വിധിയാണുള്ളത്. കക്കൂസിൻ്റെ വിധി പറഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ പറ്റില്ല. ഇത് പള്ളിയല്ല, ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല. എവിടെ നിസ്കരിക്കാൻ സ്ഥലം ഞാൻ കക്കൂസ് കയറേണ്ടി ചോദിച്ചാൽ പറ്റില്ലല്ലോ എന്ന വിധിയാണ് ഇത്. കാരണം അതിന് അള്ളാഹുവിനെ ആരാധിക്കാൻ എന്ന ലക്ഷ്യനിലയില്ല. ഖബറിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടിടാണ്. അതേ സന്ദർഭത്തിൽ പള്ളി ആദ്യം ഉണ്ടാക്കി, പിന്നെ അവിടെ ഖബർ വന്നു. പിന്നെ അവിടെ ഖബർ വന്നു എന്നാണെങ്കിൽ അവിടെ ആദ്യം ഇത് നോക്കണം. ഈ കിബിലൻ്റെ വിഷയം ഉണ്ടോ? ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ നേരെ ഈ ഖബർക്ക് തിരേണ്ടി വരുന്നതാണെങ്കിൽ ആ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റില്ല. ചിലതൊക്കെ കാണാം ഖബർ പള്ളിയുടെ ബാക്ക് സൈഡിലോ വേറെവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം പള്ളിയാണെന്നുണ്ടെങ്കിൽ ആ വകുപ്പിൽ ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം. ഖബർ ഉണ്ടെങ്കിലും ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം. അതിന് രേഖ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് മുമ്പ് ഉംറ ചെയ്ത സന്ദർഭത്തിലൊക്കെ കഅബാലയത്തിൽ നിസ്കരിച്ചിട്ടുണ്ട്. ആ കഅബാലയത്തിൽ വിഗ്രഹങ്ങളുണ്ട്. കഅബ ഉണ്ടാക്കിയത് വിഗ്രഹം വെക്കാനല്ല, വിഗ്രഹം പിന്നെ വന്നതാ. അതുകൊണ്ട് ആ പള്ളിക്ക് വിധി പള്ളിയുടെ വിധി തന്നെയാണ്. അവിടെ വന്ന് ശിർക്കുകൾ പരിഗണിക്കപ്പെടേണ്ടതില്ല. അതിന് ഇത് നോക്കേണ്ടതുള്ളൂ. ഏത്? ഞാൻ നിസ്കരിക്കുന്ന ഖബർ, ആ പള്ളിയിലുള്ള ഈ ഉള്ള ഖബർ എന്ന് പറയുന്നത് അത് നേരെ ഒരു മതിലിൻ്റെ ഒരു തടവുമില്ലാതെ നേരെ കിബിലൻ്റെ മെഹ്റാബിൻ്റെ അവിടെയാണ്. പള്ളിൻ്റെ ഉള്ളിലെ മെഹ്റാബിൻ്റെ അവിടെയാണ്. അതല്ലെങ്കിൽ ഒരാളുടെ കിബിലയുടെ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറേണ്ടി നിൽക്കേണ്ടി വരും. എന്നതൊഴിച്ചാൽ ആദ്യം പള്ളിയാണോ അത് പള്ളിയാണ്, പിന്നെ അവിടെ വന്ന ഖബറാണ് നീക്കം ചെയ്യേണ്ടത്. അതേസമയം